الذي بنعمته تتم الصالحات وبمنه وفضله تتنزل الخيرات والبركات. والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇക്രിമത്തിലെ അബീജ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പുള്ള ഒരു വലിയ ചരിത്രമുണ്ട്. ഇസ്ലാമിലെ വലിയ ശത്രു അബൂജഹലിൽ നിന്ന് ഇസ്ലാം വിരോധം അനന്തരമെടുത്ത പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വിശ്വാസികളെയും എല്ലാ ഇച്ഛാമൂടിയിലും ഇറങ്ങി നേരിട്ട ഇസ്ലാമിനോടുള്ള ശത്രുത ഉറക്കെ പ്രഖ്യാപിച്ച ഒരു ധീര യോദ്ധാവായിരുന്നു ഇക്രിമത്ത് ബിൻ അബീ ജഹൽ. മക്ക വിജയം കഴിഞ്ഞു അദ്ദേഹം യമനിലേക്ക് ഓടി രക്ഷപ്പെട്ടു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ രക്തം ഹലാലാക്കി എന്ന് പറഞ്ഞാൽ വധിക്കുന്നത് അനുവദനീയമാണെന്ന് പ്രഖ്യാപിച്ചു. ഈ വേളയിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മു ഹക്കീം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നിന്നിട്ട് ഇക്രിമക്ക് അഭയം ചോദിക്കുന്നത്, താങ്കൾ അദ്ദേഹത്തിന് അമാനം നൽകുക, അല്ലാഹു താങ്കൾക്ക് അമാൻ നൽകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു, ആമിനു ഇക്രിമത്ത് ബിൻ അബീ ജഹലിനെ നിങ്ങൾ വധിക്കാൻ പാടില്ല, അദ്ദേഹത്തിന് ഞാൻ അമാൻ നൽകിയിരിക്കുന്നു. തൊട്ടടുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്. സയൽതീകും ഇക്രിമത്ത് ബിൻ അബീ ജഹൽ മുഅ്മിനൻ മുഹാജിറൻ ഫലാ തസുബ്ബു അബാ. ഇക്രിമത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വരിക. അതുകൊണ്ട് ഉപ്പ അബൂജഹലിന്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും അദ്ദേഹത്തെ ആക്ഷേപിക്കരുത്. അങ്ങനെ ആക്ഷേപിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് അത് ഉപദ്രവം ലഭിക്കുമെന്നല്ലാതെ അബൂജഹലിന്റെ പ്രത്യേകിച്ച് കൂടെ കാര്യമൊന്നും ഉണ്ടാവുകയില്ല. അമാൻ ലഭിച്ച വിവരം അറിഞ്ഞ് ഇക്രിമ റസൂലിന്റെ മുമ്പിൽ വന്നു. റസൂലിനോട് ചോദിച്ചു, യാ മുഹമ്മദ്, ഇന്ന ഉമ്മ ഹക്കീം അഖ്ബർതനി അന്നക അഖ്ബൽതനി. ഉമ്മ ഹക്കീം പറയുന്നത് താങ്കൾ എനിക്ക് അമാന് നിർദ്ദേശം നൽകിയിരിക്കുന്നുവെന്നാണ്. റസൂൽ പറഞ്ഞു, സദഖത്ത്. അവര് പറഞ്ഞത് സത്യമാണ്. താങ്കൾ നിർഭയനാണ്. ഇക്രിമ ഒന്നും ചോദിച്ചു, ഇലാ മഖ്ദൂബു യാ മുഹമ്മദ്, എന്ന മുഹമ്മദ് താങ്കൾ എന്തിനേക്കാണ് നിങ്ങളെ റസൂല് ഷഹാദത്ത് പറഞ്ഞു കൊടുത്തു. ഇസ്ലാമിലെ ഓരോരോ റുക്നുകൾ എണ്ണി എണ്ണി പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ കേട്ട് ഇക്രിമ പറഞ്ഞു, വല്ലാഹി മാ ദഅഉത ഇല്ലാ ഇലൽ ഹഖ്. താങ്കൾ സത്യത്തിലേക്കാണ് നിങ്ങളെ ക്ഷണിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഇക്രിമത്ത് ബിൻ അബീ ജഹൽ അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിക്കുക. നമ്മളൊക്കെയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കാറുള്ളത് സമ്പാദ്യങ്ങളെ കുറിച്ച്. ഏറ്റവും കൂടുതൽ സമ്പത്ത് സമ്പാദിക്കണം, അതല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രശസ്തി നേടിയെടുക്കണം, അതുമല്ലെങ്കിൽ ഏറ്റവും വലിയ ഉദ്യോഗം നേടിയെടുക്കണം. ഇതൊക്കെ കസ്ബാണ്, മനുഷ്യന്റെ സമ്പാദ്യങ്ങൾ. പക്ഷേ ഇസ്ലാം പഠിപ്പിക്കുന്നത് കസ്ബുൽ ഖുലൂബ്, ഹൃദയങ്ങൾ സമ്പാദിക്കുന്നതിനെ കുറിച്ച്. ഏറ്റവും ഉന്നതമായ സ്വഭാവ വിശേഷങ്ങൾ മുൻനിർത്തി ഹൃദയങ്ങൾ സമ്പാദിച്ചെടുക്കുക എന്നുള്ളതാണ് ദുനിയാവിലെ മനുഷ്യന്
നേടിയെടുക്കുവാൻ കഴിയുന്ന ഏറ്റവും മികച്ച നേട്ടം എന്നുള്ളത് ഇസ്ലാമിന് നൽകുന്ന നിർദ്ദേശങ്ങളുണ്ട്. ആളുകളെ കാണുമ്പോൾ പുഞ്ചിരിക്കണമെന്ന് പറയും, സലാം കൊണ്ട് തുടങ്ങണമെന്ന് പറയും, സമ്മാനങ്ങൾ കൊടുക്കണമെന്ന് പറയും, ആളുകളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണം, സഹായിക്കണമെന്ന് പറയും. ഏതെല്ലാം നിർദ്ദേശങ്ങൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഇസ്ലാം നൽകിയിട്ടുണ്ടോ അവയെല്ലാം യഥാർത്ഥത്തിൽ ഹൃദയങ്ങൾ നേടിയെടുക്കുന്നതിന് കീഴടക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു വചനമുണ്ട്. ഞാൻ ഇസ്ലാമിന് മുൻപ് എനിക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉറപ്പുണ്ടായിരുന്നത് സാക്ഷാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അവസരം ലഭിച്ചാൽ വലിച്ചു കളയണമെന്ന് ഭൂമിയിൽ ഒരാളെ കുറിച്ച് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് സാക്ഷാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ പിന്നീട് റസൂലിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടത് ദുനിയാവിൽ ഒരു മനുഷ്യനില്ലാതെ ആയിരിക്കുന്നു, ആകെ റസൂല് മാത്രം. റസൂലിന്റെ മുഖത്തേക്ക് എനിക്ക് നോക്കാൻ തന്നെ ഭയമായിരുന്നു. റസൂലിനോടുള്ള ആദരവ് കൊണ്ട് റസൂലിനെ ഞാൻ ശരിക്ക് കണ്ണു തുറന്ന് കണ്ടിട്ടില്ല എന്ന് അംഗത്തിന് പറയുന്നു. നമ്മളെ ആളുകൾക്കിടയിൽ അഭിപ്രായം ദർശിക്കുന്നു. ആളുകളുടെ ടേസ്റ്റുകളൊക്കെ വ്യത്യസ്തമാണ്. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകൾ ഭിന്നമാണ്. വസ്ത്രധാരണ രീതി, ജീവിതത്തിലെ ഓരോരോ സന്ദർഭങ്ങളിലെ നിലപാടുകളൊക്കെ വ്യത്യസ്തമാണ്. പക്ഷെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് ആ സന്ദർഭത്തിൽ ഞാൻ വിജയിക്കണം എന്നുള്ളതാണ്, ആ പൊസിഷൻ ഞാൻ നേടിയെടുക്കണമെന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇക്രിമയുടെ കാര്യത്തിൽ ഞാൻ ഒരു മാറ്റം വരുത്തുകയില്ല, അയാൾ ഇത്രയും ചെയ്താണെങ്കിൽ പ്രഖ്യാപിക്കാം. അതാണ് ആ സിറ്റുവേഷൻ നേടിയെടുക്കുവാനുള്ള ശ്രമം. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭം അത് നേടിയെടുക്കുന്നതിന് പകരം ആ വ്യക്തിയെ കീഴടക്കുവാനുള്ള ശ്രമമാണ് റസൂൽ നടത്തിയത്. അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് യഥാർത്ഥത്തിൽ പ്രവാചകനാക്കുവാൻ കഴിയുക. ഖുർആനിന്റെ ഒരു പ്രയോഗമുണ്ട്, അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ കാരുണ്യമാണ്. താങ്കൾ ആളുകളോടൊക്കെയും നിർമ്മലമായിട്ട് വർദ്ധിക്കുന്നു, പെരുമാറുന്നു എന്നുള്ളത്. താങ്കൾ ഒരു പരുഷ സ്വഭാവിയായിരുന്നു. ആളുകൾ പറയും ഒരു മുരടനാണ്, അയാളുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല എന്നാണ് പറയുക. ഓരോരുത്തരും അവർക്ക് ആളുകളൊന്നും താങ്കളുടെ 4000 പോലും ഒന്നും നിൽക്കുകയില്ലായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ അവരുടെ സ്വഭാവം നിർത്തി ആളുകളെ കീഴടക്കാനുള്ളതാണ് ഉമ്മത്തിന്റെ അഡ്രസ് എന്ന് പറയുന്നത്. ഈ ഉമ്മത്തിന്റെ അഖ്ലാഖാണ്, അത് മുന്നോട്ട് വെക്കുന്ന ധാർമ്മിക സ്വഭാവ ശീലങ്ങളാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നകും ലൻ തസഉന്നാസ ബിഅഖ്വാലികും. നമ്മൾ വിചാരിച്ചിട്ടുള്ളത് കുറെ കാശുണ്ടാക്കിയാൽ ആളുകളെയൊക്കെ ഇങ്ങനെ കൊണ്ട് കിശയിലിട്ട് നടക്കാത്തതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ഇന്നകും ലൻ തസഉന്നാസ ബിഅഖ്വാലികും. സമ്പത്ത് കൊണ്ടൊരിക്കലും നിങ്ങൾക്ക് ജനങ്ങളെ കീഴ്പ്പെടുത്തുവാൻ പറ്റുകയില്ല. വലാകിൻ യസഉ മിൻകും ബസ്തുൽ വജ്ഹി വഹുസ്നുൽ ഖുൽഖ്. സൽസ്വഭാവം, നിങ്ങൾ ആളുകളെ കാണുമ്പോൾ നൽകുന്ന ഒരു പുഞ്ചിരി ഉണ്ടല്ലോ, ആ പുഞ്ചിരി മതി യഥാർത്ഥത്തിൽ മനുഷ്യരെ കീഴടക്കാനുള്ള. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. റസൂൽ നിലനിന്നിരുന്നത് യഥാർത്ഥത്തിൽ റസൂലിന്റെ സ്വഭാവം കൊണ്ടായിരുന്നു. നമുക്കറിയാം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം. റസൂൽ വഹിയിറക്കി ഭയചകിതനായി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് നിന്നിട്ട് പറയുന്നുണ്ട്, കല്ലാ വല്ലാഹി ഇന്നി ഖശീതു അലാ നഫ്സി. ഞാൻ എനിക്ക് ഭയമാകുന്നു ഖദീജ, പേടിയാകുന്നു ഖദീജ. ഖദീജ പറയുന്ന ഒരു വർത്തമാനമുണ്ട്, വല്ലാഹി ലാ യുസീക അല്ലാഹു അബദ. താങ്കൾ ഭയപ്പെടേണ്ട, അല്ലാഹു ഒരിക്കലും താങ്കളെ നിന്ദിക്കുകയില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്
ആശ്വാസം പകർന്നു കൊടുത്തുകൊണ്ട് പറയുകയാണ്, എന്തുകൊണ്ട് അള്ളാഹു താങ്കളെ നിന്ദിക്കുകയില്ല? താങ്കൾ പ്രയാസപ്പെടുന്നവരെ സഹായിക്കും, താങ്കൾ ഇല്ലാത്തവരെ ചേർത്ത് പിടിക്കുന്നവരാണ്, താങ്കൾ കുടുംബബന്ധം ചേർക്കുന്നവനാണ്. ഇങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള ഒരു മനുഷ്യന് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല അപമാനിക്കുകയില്ല എന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശംസിച്ചുകൊണ്ട് പറയുന്നുണ്ട്. റസൂലിന്റെ അടുത്ത് ആര് ചെന്നാലും തോന്നുന്നു റസൂലിന്റെ ഏറ്റവും ഇഷ്ടം എന്നോടാണ്. അതുപോലെയായിരുന്നു റസൂല് സഹാബാക്കളെ സ്വീകരിച്ചിരുന്നത്. എല്ലാ ആളുകളെയും റസൂല് നമസ്കരിക്കും. ഒരിക്കൽ നമസ്കരിക്കുന്ന വേളയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് നെറ്റിപിടിച്ച് നമസ്കരിക്കുക. അപ്പൊ അങ്ങനെ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം സഹാബാക്കൾ ചോദിച്ചു, അല്ല എന്താണ് റസൂലെ പെട്ടെന്ന് നമസ്കരിച്ചത്? അപ്പൊ റസൂല് പറഞ്ഞു, ഞാന് പെട്ടെന്ന് നമസ്കരിച്ചത് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ട്, ധൃതിയിൽ നമസ്കരിച്ചതിൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടല്ലേ? സഹാബാക്കൾ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, പ്രവാചകരെ അതെ. സമയത്ത് ഞാൻ ഒരു കുഞ്ഞു കരയുന്നത് കേട്ടു. കുഞ്ഞു കരഞ്ഞപ്പോ കുഞ്ഞിന്റെ കരച്ചിലല്ല പ്രശ്നം, ആ ഉമ്മയുടെ കാര്യത്തിൽ എനിക്ക് കരുണ തോന്നി. കാരണം ആ കുഞ്ഞു കരയുമ്പോൾ ഉമ്മയുടെ നെഞ്ച് പിടഞ്ഞുകൊണ്ടേയിരിക്കുന്നല്ലോ, അത് ഞാൻ ദീർഘിപ്പിക്കുന്നതനുസരിച്ച് അത് ദീർഘിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ളത് കൊണ്ട് ആ ഉമ്മയോടുള്ള കരുണയുടെ പുറത്താണ് ഞാൻ നമസ്കാരം ചുരുക്കിയത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു മാതൃക എന്നത്. അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കുറിച്ച് പറയുന്നു. റസൂലെ സിവാക്ക് ഉപയോഗിച്ചിരുന്ന റസൂലിന്റെ സുന്നത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൊപ്പി ധരിച്ചിരുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അങ്ങനെയുള്ള കുറെ സുന്നത്തുകൾ ആരാധനകളുമായി ബന്ധപ്പെട്ട് മറ്റ് പല മേഖലകളുമായി ബന്ധപ്പെട്ട എല്ലാ സുന്നത്തുകളും നമ്മൾ കളയാതെ സ്വീകരിക്കും. പക്ഷേ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത്, സ്വഭാവത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ കാണിച്ചു തന്നതുപോലുള്ള സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിന്റെ നാലയലത്തേക്ക് എത്തുകയില്ല എന്നുള്ളതാണ് പരമാർത്ഥം. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഈ അൽ അഖ്ലാഖുൽ ഫാദില അല്ലെങ്കിൽ ഉസ്വത്തുൽ ഖുൽഖ് എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മാതൃക നിലനിൽക്കുന്നത്. ഈ ഉമ്മത്തിനെ കുറിച്ച് വളരെ മനോഹരമായ ഒരു പ്രയോഗം വിശുദ്ധ ഖുർആൻ നടത്തിയിട്ടുണ്ട്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാ അലൻ നാസ്. ഉമ്മത്തൻ വസതൻ എന്നുള്ളതിന് നിങ്ങൾ ഒരുപാട് വിശദീകരണങ്ങൾ കിട്ടിയിട്ടുണ്ട്. വസത്തി എന്ന് പറഞ്ഞാൽ ശരിക്കും മധ്യം എന്നാണ് അർത്ഥം. പല ആളുകളും അത് മധ്യമ നിലപാടിൽ എന്ന് പറയാറുണ്ട്, വ്യത്യസ്തമായ വീക്ഷണമാണ്. പക്ഷെ ഈ ഉമ്മത്ത് എപ്പോഴും സമൂഹത്തിന്റെ മധ്യത്തിലായി. സമൂഹത്തിന്റെ മധ്യത്തിൽ എന്ന് പറഞ്ഞാൽ ആളുകളെ ഈ ഉമ്മത്തിനെ പൊതിഞ്ഞുകൊണ്ടേയിരിക്കും. ഈ ഉമ്മത്തിന്റെ ഏറ്റവും മൂർത്തമായ മോഡൽ എന്നത് സാക്ഷാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തിറങ്ങിയാൽ റസൂലിന് ചുറ്റും സഹാബാക്കളായിരിക്കും. റസൂലിനെ ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ടേയിരിക്കും, ഇഷ്ടം. അത് തന്നെയാണ് ഈ ഉമ്മത്തിന്റെ ഈ മൈലിറ്റുകൾ. അതായത് മറ്റുള്ള ആളുകളൊക്കെയും ഈ ഉമ്മത്തിനെ പൊതിഞ്ഞു നിൽക്കും. ഇവരെ യഥാർത്ഥത്തിൽ സമൂഹത്തിന്റെ ആവശ്യമുള്ളതാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞല്ലോ, താങ്കളെപ്പോലുള്ള ആളുകൾ പോകരുത് എന്ന് മുസ്ലിമല്ലാത്തൊരു മനുഷ്യൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അങ്ങനെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുക, നല്ലത് പറയിപ്പിക്കുക എന്നുള്ളതാണ് മുസ്ലിം ഉമ്മത്തിന്റെ യഥാർത്ഥത്തിലുള്ള ചോദ്യം. ഈ ഹുസ്നുൽ ഖുൽഖിനെ കുറിച്ചൊക്കെ എന്തിനാണെന്നെങ്കിൽ ക്ലാസ് എടുക്കുന്നത് എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. നമ്മൾ നിലനിൽക്കുന്ന ലോകത്ത് ഒരു വലിയ പ്രതിസന്ധി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഒരു ഉമ്മത്ത് എന്നുള്ള നിലയിൽ മുസ്ലിങ്ങളെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ഗസയിലേക്കൊന്നും എത്തേണ്ട സ്വന്തം നാട്ടിൽ തന്നെ പള്ളികളൊക്കെയും കുഴിച്ച് അതിൽ നിന്നൊക്കെയും ദൈവങ്ങളെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ജീവിച്ചത്. പ്രതിസന്ധിയുടെ കാലത്ത് വിശ്വാസിയുടെ ഏറ്റവും മികച്ച ആയുധമായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് വിശ്വാസികളുടെ ധാർമ്മിക സ്വഭാവ മഹത്വമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണല്ലോ മക്കയിലെ വിശ്വാസികളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ അലന്തറ ഇലല്ലദീന ഖീല ലഹും കുഫു ഐദിയകും വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത്. മക്ക കാലഘട്ടത്തിൽ കഠിനമായ പീഡനങ്ങൾക്ക്
മർദ്ദനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്ന കാലത്ത് വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള നിർദ്ദേശം നിങ്ങളുടെ സ്വഭാവത്തെ സംസ്കരിക്കുക എന്നതായിരുന്നു. സാക്ഷാൽ പ്രവാചകത്തിന് വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇന്നക ലഅലാ ഖുലുഖിൻ അദീം റസൂലിന്റെ ആയുധം അതായിരുന്നു. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം നിലവിളിച്ചുകൊണ്ട് ലോകത്ത് കീഴടക്കാൻ കഴിയുകയില്ല. അതല്ലെങ്കിൽ കുറ്റം പറഞ്ഞ് വെറുപ്പിച്ചുകൊണ്ട് ലോകത്തെ കൂടെ കൂട്ടാമെന്ന് ഒരിക്കലും വ്യാമോഹിക്കേണ്ടതില്ല. ഏത് കൊടിയ പ്രതിസന്ധിയിലും നീതിയുടെ പക്ഷത്ത് നിലനിന്നുകൊണ്ട് ഏറ്റവും ഉന്നതമായ മാതൃകകൾ കാണിച്ചുകൊണ്ടാണ് ഈ ഉമ്മത്ത് ലോകത്തെ കീഴടക്കിയിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. റസൂലിനെ കുറിച്ച് സഹാബാക്കൾ എന്താണ് പറഞ്ഞിരുന്നത്? റസൂലിനെ കുറിച്ച് പറഞ്ഞിരുന്നത് റസൂലെ കടന്നു വരുന്നത് കണ്ടാൽ 14-ാം രാവില് പൂർണ്ണചന്ദ്രൻ ഉദിച്ചതുപോലെയായിരുന്നു എന്നാണ്. ആരാണ് റസൂൽ എന്ന് നമ്മൾ അന്വേഷിക്കണം. ആരാണ് റസൂൽ? റസൂല് ആളുകൾ താൻ കൊണ്ടുവന്ന ദർശനം സ്വീകരിക്കാത്തതിന്റെ പേരിൽ വ്യസനിച്ച് മരിച്ചു പോയേക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ അത്തരത്തിൽ ദുഃഖത്തിന് നടന്നിരുന്ന പ്രവാചകൻ. ആ പ്രവാചകരെ കുറിച്ച് സഹാബാക്കൾ പറയുന്നത് റസൂല് ചിരിച്ചുകൊണ്ടല്ലാണ്ട് ഞങ്ങൾ റസൂലിനെ കണ്ടിട്ടില്ല എന്നാണ്. നമ്മുടെ സ്വഭാവം എന്താണ്? ഇവിടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ഒരു ചെറിയ പിണക്കുണ്ടായാൽ അങ്ങാടിയിൽ നിന്ന ആളുകളൊക്കെ അറിയും നമ്മുടെ സ്വഭാവം. അതല്ലെങ്കിൽ ഒരു അധ്യാപകനാണെങ്കിൽ അന്ന് ആ വിദ്യാർത്ഥികൾക്ക് മൊത്തം കഷ്ടപ്പാടായിരിക്കും. പക്ഷേ സാക്ഷാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക എന്നുള്ളത് ജീവിതത്തിൽ എന്ത് വിഷമങ്ങൾ അനുഭവിച്ചിട്ട് പോലും മാ റഅയ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്ത് ഇല്ല ബസമ ഫീ വജ്ഹിഹി. ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടുണ്ടോ എങ്കിൽ റസൂല് പുഞ്ചിരിച്ചുകൊണ്ട് മാത്രമല്ലാതെ ഞാൻ പ്രവാചകനെ കണ്ടിട്ടില്ല. ശത്രുക്കൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അവരെ കീഴടക്കേണ്ടത് ഹസനത്ത് കൊണ്ടാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വലാ തസ്തവിൽ ഹസനത്തു വലസ്സയ്യിഅ ഇദ്ഫഅ ബില്ലതി അഹ്സൻ. വലാ തസ്തവിൽ ഹസനത്തു വലസ്സയ്യിഅ. ഹസനത്തും സയ്യിഅത്തും ആര് എന്ത് ന്യായീകരിച്ചാലും ഒരിക്കലും തുല്യമാവുകയില്ല. അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. ഇദ്ഫഅ ബില്ലതി അഹ്സൻ. ഏറ്റവും വലിയ ഇഹ്സാനോടുകൂടി ഏറ്റവും മികച്ച സ്വഭാവങ്ങളോടുകൂടി നിങ്ങൾ ജനങ്ങളോട് പെരുമാറുക. വിശ്വാസികൾക്ക് മാത്രം അള്ളാഹു നൽകിയിട്ടുള്ള ഒരു മാജിക്കാണ്. നിങ്ങൾ ഇഹ്സാനോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ നിങ്ങളോട് അങ്ങേയറ്റത്തെ കൊടിയ ശത്രുതയുള്ള മനുഷ്യരാണെങ്കിലും വെറുതെ വിശുദ്ധ ഖുർആൻ തമാശ പറയുന്നതല്ല. നേരത്തെ പറഞ്ഞ ഇക്രിമത്ത് ബിൻ മുജഹൽ റളിയല്ലാഹു അൻഹു കൊടിയ ശത്രുവായി റസൂലിന്റെ ഒരൊറ്റ പ്രഖ്യാപനം കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചതാണ്. പിന്നെ എവിടെയാണ് നമ്മൾ ഇക്രിമയെ കാണുന്നത് എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കണം. യർമൂക്കിലാണ് പിന്നീട് നമ്മൾ ഇക്രിമയെ കാണുന്നത്. യർമൂക്കിന്റെ രണാങ്കണത്തിൽ ഇക്രിമത്ത് ബിൻ അബീ ജഹൽ അദ്ദേഹം യുദ്ധം കഠിനമായ വേളയിൽ തന്റെ കുതിരപ്പുറത്ത് നിന്ന് ചാടിയിറങ്ങുന്നു. റോമക്കാരുടെ സൈന്യത്തിന്റെ ഇടയിലേക്ക് കുതിച്ചുമായിരുന്നു. ഇത് കാണുന്ന വേളയിൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അതിനെ തടഞ്ഞു വെച്ചുകൊണ്ട് പറയുന്നു, ലാ തഫഅൽ യാ ഇക്രിമ, അല്ലയോ ഇക്രിമ, താങ്കൾ അത് ചെയ്യരുത്. ഫഇന്ന ഖത്ലക സയകൂനു ശദീദൻ അലൽ മുസ്ലിമീൻ. താങ്കൾ ഞങ്ങളുടെ നേതാവാണ്. താങ്കൾ മരണപ്പെട്ടു പോയാൽ, മരിച്ചു പോയാൽ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രശ്നമായി തീരും. യുദ്ധരംഗത്ത് ഞങ്ങൾക്ക് വലിയ നഷ്ടമായി തീരും. ഫഖാല ഇക്രിമ പറഞ്ഞ വർത്തമാനം, ഇലൈക അന്നി യാ ഖാലിദ്. അല്ല ഖാലിദ്, താങ്കൾ മാറി നിൽക്കുക. ഫലഖദ് കാന ലക സാബിഖത്തുൻ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. താങ്കൾ കുറെ കാലമായി റസൂലിന്റെ കൂടെ യുദ്ധം ചെയ്യുന്നുണ്ട്. അമ്മാ അന വഅബി ഫഖദ് കുന്നാ മിൻ അശദ്ദിൻ നാസി അലാ റസൂലില്ലാഹ്. പക്ഷെ ഞാൻ അങ്ങനെയായിരുന്നില്ല. ഞാൻ റസൂലിന്റെ കൊടിയ ശത്രുവായിരുന്നു. ഫദഅനി ഉകഫിർ അന്നി മാ സലഫ അന്നി. അതുകൊണ്ട് എനിക്ക് ഞാൻ ചെയ്തതിൽ പ്രായച്ചിത്തം ചെയ്തേ പറ്റൂ. ഇക്രിമത്ത് ബിൻ അബീ ജഹൽ നേരെ പറഞ്ഞ് ആ റോമക്കാരുടെ സൈന്യത്തിന്റെ ഇടയിലേക്ക് കുതിച്ചു പാഞ്ഞ് യുദ്ധം ചെയ്യുകയാണ് ചെയ്തത്. ഇതാണ് ഹൃദയങ്ങൾ സമ്പാദിച്ചാലുള്ള ഗുണം നമ്മൾ തിരിച്ചറിയുന്നത്.
فإذا الذي بينك وبينه عداوة كأنه ولي حميم. മനുഷ്യന്റെ ശരീരം കൊണ്ട് വെറുതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നല്ല സൽസ്വഭാവത്തിൽ ജീവിക്കണമെന്ന് നമ്മളോട് കൽപ്പിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. നമ്മുടെ അവയവങ്ങൾ പോലും ആ അർത്ഥത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്രമീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് 5 പഞ്ചേന്ദ്രിയങ്ങളൊക്കെ മനുഷ്യന്റെ വിവരങ്ങൾ ശേഖരിക്കാൻ, പക്ഷെ വിവരങ്ങൾ പകർന്നു കൊടുക്കാൻ ആകെ ഒറ്റ മാത്രം പഠിതമായി 5 പഞ്ചേന്ദ്രിയങ്ങൾ വെച്ച് നിങ്ങൾക്ക് വിവരങ്ങൾ ശേഖരിക്കാം. പക്ഷേ ശേഖരിച്ച വിവരങ്ങളെല്ലാം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അതിൽ പറയാൻ പറ്റുന്നതുണ്ടാവും, പറയാൻ പറ്റാത്തതുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരൊറ്റ അവയവം മാത്രം മതി അത് തിരിച്ചു കൊടുക്കുവാൻ എന്നുള്ളത് കൊണ്ടാണ് ഒരൊറ്റ നാവ് മാത്രം എന്ന് മാത്രമല്ല, ഈ അവയവങ്ങൾക്കിടയിലൊക്കെയും അതിൻ്റെതായ സംവിധാനമുണ്ട്. ചെവിയെ കുറിച്ച് ചെവിയുടെ രൂപമൊന്നും നോക്കുക. ഒരു അരിപ്പയുടെ രൂപമാണ്. അതിന്റെ വായ്ഭാഗം ഇങ്ങനെ പൊങ്ങി നിൽക്കും, താഴേക്ക് എറിയുന്നതിനനുസരിച്ച് ചെറുതായി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചെവി കൊണ്ട് കേൾക്കുന്നതെല്ലാം വിശ്വസിക്കേണ്ടതില്ല. അതുകൊണ്ടാണല്ലോ വിശ്വാസികളെ കുറിച്ച് വിശ്വാസികള് ഇതിന് വരുന്നതൊക്കെയും അതുപോലെ വിശ്വസിക്കുന്ന ആളുകളല്ല. അപ്പൊ ചെവിയുടെ രൂപം തന്നെ അത് എങ്ങനെയായിരിക്കണം അതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ചെവിയും നാവും തമ്മിലുള്ള അകലം, ആ അകലം നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളത് ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ പ്രാധാന്യപ്പെട്ട സംഗതിയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു വലിയ ദുരന്തമുണ്ടായി. ഹാദിസത്തുൽ ഇഫ്ക്, വ്യഭിചാരോപണം. അതിനെ വിശദീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ഇത് തലഖൗനഹു ബിഅൽസിനതിക്കും. യഥാർത്ഥത്തിൽ ആളുകൾ വിവരങ്ങൾ കേൾക്കേണ്ടത് ചെവി കൊണ്ടാണ്. ചെവി കൊണ്ട് കേൾക്കുന്നതിന് പകരം നേരെ നാവ് കൊണ്ട് സ്വീകരിച്ചാൽ ഇത് തലഖൗനഹു ബിഅൽസിനതിക്കും. ചെവി കൊണ്ട് കേട്ട് അത് അഴിച്ചെടുത്തതിന് ശേഷമാണ് നാവ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ ആ ഒരു ഗ്യാപ്പ് നഷ്ടപ്പെട്ടതാണ് ഹാദിസത്തുൽ ഇഫ്കിന് സംഭവിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നു. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവയവങ്ങൾ ക്രമീകരിച്ചത് നമ്മുടെ സ്വഭാവത്തെ സംസ്കരിക്കുന്നതിന് ഉതകുന്ന വിധത്തിലാണ്. കണ്ണ് അടയ്ക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. വേണ്ടപ്പോഴൊക്കെയും അത് അടയ്ക്കണം, എപ്പോഴും തുറന്നു പിടിക്കേണ്ടതല്ല. വായ അതിനേക്കാൾ ഭദ്രമായിട്ട് അടച്ചു വെക്കാൻ പറ്റുന്ന ഒന്നാണ്. അതും അടയ്ക്കാനും തുറക്കാനും പറ്റുന്ന രൂപത്തിൽ അല്ലാഹു സംവിധാനിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞ ഉസ്ലുൽ ഖുൽഖിന്റെ മനുഷ്യനെ പ്രാപ്തനാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മള് കണ്ണുകളെ കുറിച്ച് നാവുകളെ കുറിച്ച് പറയുമ്പോൾ ഔറത്ത് എന്നുള്ളത് ഒരു വലിയ ചർച്ചാ വിഷയം. നമ്മളൊക്കെ ഔറത്ത് എന്ന് പറഞ്ഞാല് മനുഷ്യന്റെ ശരീരത്തിൽ നോക്കാൻ പാടില്ലാത്ത സ്ഥലമാണ് ഔറത്ത് എന്നാണ് സാധാരണ പറയാറുള്ളത്. അതിൽ നിന്ന് ഭിന്നമാണ് ഇസ്ലാമിൽ ഔറത്ത്. അത് ഔറത്തിന്റെ ഒരു ഇനം മാത്രമാണ്. ആളുകൾ മൂടി വെച്ചതൊക്കെയും ഔറത്താണ്. എനിക്കൊരു രോഗമുണ്ട്, ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ എന്റെ രോഗം ഔറത്താണ്, നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല. എനിക്കൊരു ന്യൂനതയുണ്ട്, ആ ന്യൂനത നിങ്ങളോട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ആ ന്യൂനത ഔറത്താണ്, നിങ്ങൾ അതിലേക്ക് നോക്കുകയോ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്യാൻ പാടില്ല. ഇസ്ലാമിന്റെ ഔറത്ത് എന്നുള്ള സങ്കല്പം എത്രത്തോളം വിശാലമായ അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളർത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയും ഈ ഒരു സംവിധാനം എന്നുള്ളത് ഏറ്റവും നല്ല മനുഷ്യനെ തെരഞ്ഞെടുക്കുക അല്ലെങ്കിൽ വാർത്തെടുക്കുക എന്നുള്ള ഇസ്ലാമിന്റെ സമീപനത്തിന്റെ ഭാഗമാണ്. നമുക്ക് വീട്ടിന്റെ ഇറങ്ങൂട്ടിലേക്ക് പോകാം. ഇക്രിമത്ത് ബിൻ അബീ ജഹൽ അവസാനിച്ചു. അങ്ങനെ യുദ്ധം കഴിഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നുകൊണ്ടിരിക്കുക. യുദ്ധകളത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ 3 മുജാഹിദുകൾ മുറിവേറ്റ് കിടക്കുന്നത്. ഒന്നാമത്തേത് ഹാരിത്ത് ബിൻ ഹിശാം, രണ്ടാമത്തേത് അയ്യാശ് ബിൻ അബീ റബീഅ, മൂന്നാമത്തേത് ഇക്രിമത്ത് ബിൻ അബീ ജഹൽ. ഹാരിത്ത് ബിൻ ഹിശാം വെള്ളം ചോദിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ആരോ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോഴാണ് ഇക്രിമ ചോദിക്കുന്നത്, ഇക്രിമ വെള്ളം അന്വേഷിക്കുന്നത് ഇദ്ദേഹം കണ്ടത്. അദ്ദേഹം നേരെ ഇക്രിമയിലേക്ക് അത് കൊടുത്തയച്ചു. ഇക്രിമ
അത് കുടിക്കുന്നതിന് വേണ്ടി വായിൽ വെക്കാൻ നിൽക്കുമ്പോഴാണ് അപ്പുറത്ത് അയ്യാശ് പറഞ്ഞു. അതെ, പക്ഷെ അദ്ദേഹം കുടിക്കുന്നതിന് മുമ്പ് അയ്യാശ് വന്നു. തിരിച്ചു നേരത്തെ പറഞ്ഞ 2 സഹാബാക്കളുടെയും അടുത്തേക്ക് തിരിച്ചെത്തിയപ്പോൾ ആ 2 സഹാബാക്കളും മരണപ്പെട്ടു പോയി എന്നുള്ളതാണ് ചരിത്രം. ഇത് കണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്. അൽ മുഅ്മിനു ആലിഫുൻ മഅലൂഫ്. വിശ്വാസി എന്ന് പറയുന്നത് ഇണങ്ങുന്നവനും ഇണക്കുന്നവനുമാണ്. വലാ ഖൈറ ഫീ മൻ ലാ യഖ്ലഫു വലാ യുഖ്ലഫ്. ഇണക്കാത്ത ഒരു മനുഷ്യനിലും ഒരു ഗുണവുമില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയാണ്. ഇക്രിമത്ത് ബിൻ അബീ ജഹൽ അദ്ദേഹത്തിന്റെ സ്വഭാവം കൊണ്ട് ദുനിയാവിലെ സ്വർഗം തീർക്കുകയാണ് ചെയ്തത്. ആ ഉന്നതമായ സ്വഭാവം കൊണ്ട് നാളെ പരലോകത്ത് സ്വർഗത്തിന് അദ്ദേഹം അർഹമാവുകയുമാണ് ചെയ്തത്. വിശ്വാസികൾക്ക് ഇസ്ലാം പകർന്നു നൽകുന്ന പാഠവും ഇത് തന്നെയാണ്. നിങ്ങളുടെ സ്വഭാവം കൊണ്ട് നിങ്ങളുടെ പരിസരങ്ങളിൽ, നിങ്ങളുടെ ബന്ധങ്ങളിൽ, നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിങ്ങൾ സ്വർഗം തീർക്കുക. എങ്കിൽ മാത്രമേ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ സ്വർഗം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇഹലോകത്ത് നരകം തീർത്തിട്ട് ആളുകളെയെല്ലാം വെറുപ്പിച്ചിട്ട് കൂടെയുള്ള ആളുകളോടെല്ലാം മോശമായി പെരുമാറിയിട്ട് നാളെ അള്ളാഹുവിന്റെ അടുത്ത് സ്വർഗം ലഭിക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ടതില്ല എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്നത്. ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മദീനയിലെ പള്ളിയിൽ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഒരു സഹാബാക്കളുണ്ട്. അദ്ദേഹം സഹാബാക്കളോട് പറഞ്ഞു, തമന്നോ, നിങ്ങളുടെ സ്വപ്നങ്ങൾ പങ്കുവെക്കുക. അവരിൽ ഒരാൾ പറഞ്ഞു, നമ്മളിരിക്കുന്ന ഈ അള്ളാഹുവിന്റെ ഭവനമുണ്ടല്ലോ, ഇത് നിറയെ സ്വർണം ലഭിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കാമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. മറ്റൊരു മനുഷ്യൻ പറഞ്ഞു, ഈ ഭവനം മുഴുവൻ രത്നങ്ങൾ, വൈഡൂര്യങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് എങ്കിൽ അവയെല്ലാം അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കാമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. വീണ്ടും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തമന്നോ, നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ പങ്കുവെക്കുക. അവര് പറഞ്ഞു, ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും മികച്ച സ്വപ്നങ്ങൾ. എന്താണ് അമീറുൽ മുഅ്മിനീൻ താങ്കളുടെ സ്വപ്നം? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ولكني يتمنى رجالا مثل أبي عبيدة بن الجراح ومعاذ بن جبل وسالم مولى أبي حذيفة فأستعين بهم على إعلاء كلمة الله. എനിക്ക് വേണ്ടത് അബൂ ഉബൈദയെ പോലെ, എനിക്ക് വേണ്ടത് മുആദ് ബിൻ ജബലിനെ പോലെ, എനിക്ക് വേണ്ടത് സാലിം മൗല അബൂ ഹുദൈഫയെ പോലുള്ള പോരാളികൾ, ഉന്നത സ്വഭാവങ്ങളുള്ള വ്യക്തികൾ, അവരെ പോലുള്ള ആളുകളെ കൊണ്ട് ഈ ഭവനം നിറഞ്ഞു നിന്നെങ്കിൽ അള്ളാഹുവിന്റെ ദീനിനെ ലോകത്തിന്റെ എല്ലാ അറ്റത്തേക്കും എത്തിക്കുവാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉമർ സ്വപ്നം കണ്ട വിശ്വാസികളായി തീരുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. വിശ്വാസത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സ്വഭാവം പരാജയപ്പെട്ടു പോവുകയാണ് എങ്കിൽ അഹ്മദ് ഷൗക്കിയുടെ വളരെ പ്രസിദ്ധമായ കവിതയാണ്, ഒരു സമൂഹം ആ സമൂഹത്തിന്റെ സ്വഭാവം തെറ്റിച്ചു പോയാൽ പിന്നെ ആ സമൂഹത്തെ കുറിച്ച് നിങ്ങൾക്ക് ഒരു അനുശോചന യോഗം സംഘടിപ്പിച്ച് നിലവിളിക്കുകയെ നിർവാഹമുള്ളൂ. ആ സമൂഹത്തെ പിന്നെ ഒന്നിനും പെടുകയില്ല എന്നാണ് അഹ്മദ് ഷൗക്കി പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് നമ്മുടെ കൂടെ ഈ പറയുന്ന ഉമർ സ്വപ്നം കണ്ട ഇസ്ലാമിന്റെ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരു സംഘം ആളുകൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ. ആ പ്രതിസന്ധികളെ മറികടക്കുവാൻ മുന്നിൽ വെക്കുവാനുള്ള ഏറ്റവും മികച്ച ആയുധമെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ മാർഗത്തിൽ ഉന്നത സ്വഭാവ വിശേഷങ്ങളോടുകൂടി എഴുന്നേറ്റ് നിൽക്കുന്ന വിശ്വാസികളുടെ ഗണത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നജഅൽ ജമഅന ഹാദാ ജമഅൻ മഅ്സൂമാ വതഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅ്സൂമാ. അല്ലാഹു ലാ തജഅൽ മിന്നാ വലാ ഫീനാ വലാ മഅനാ
شقيا ولا مطرودا ولا ألما. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.